ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 186. ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ഡം 6 അനുഭാഗം 4 സൂക്തം 38. ഇതിൽ ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും, ജീവനുള്ളതും ജീവനില്ലാത്തതും ആയ എല്ലാറ്റിനും എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ അതെല്ലാം കിട്ടുന്നത് ആ ദേവിയിൽ നിന്നാണ് എന്ന് പറയുകയാണ്. ദേവി എന്ന് പറയുമ്പോൾ പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ ആദ്യമെല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചത്. അപ്പം നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്ന് ആദ്യം പുരുഷനുണ്ടാകുന്നു, അതിൻ്റെ ദ്വയമായ പ്രകൃതി ഉണ്ടാകുന്നു. പുരുഷനാണ് പ്രേരകമായ ഒരു ശക്തി, അതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. ദേവി എന്നത് പ്രപഞ്ചമാണ്, പുരുഷനും പ്രകൃതി അല്ലെ പ്രപഞ്ചം. പ്രപഞ്ചത്തിൽ എന്തെല്ലാമോ ഉണ്ടായത് അതെല്ലാം ആ ദേവിയിൽ നിന്നാണ്, ആ ദേവിയുടെ ശക്തിയിൽ നിന്നാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടായോ അതിനുള്ള ഓരോ വസ്തുവിന് അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാവുമല്ലോ, അതെല്ലാം കിട്ടിയത് അതിൽ നിന്നാണ്. അതാണ് ഈ സൂക്തത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പം നമുക്ക് ആ സൂക്തത്തിലേക്ക് പോകാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 6 അനുഭാഗം 4 സൂക്തം 38. ഋഷി അഥർവൻ, ദേവത ബൃഹസ്പതി, തിഷി ഛന്ദസ് തൃഷ്ടുപ്പ്. സിംഹേ വ്യാഘ്ര ഉദയാ പ്ലതാകൗ തിഷരഗ്രൗ ബ്രാഹ്മണേ സൂര്യേയാ ഇന്ദ്രം യാ ദേവി സുഭഗാ ജജാനസാ ന ഐതു വർച്ചസാ സംവിധാന രഥേ അക്ഷേഷു ഋഷഭസ്യ വാജേ വാദേ പർജന്യേ വരൂ നസ്യ ശുഷ്മേ ഇന്ദ്രം യാ ദേവി സുഭഗാ ജജാനസാ ന ഐതേ വർച്ചസാ സംവിധാന രാജന്യേ ദുന്ദുഭാവായതായാമശ്വസ്യ വാജേ പുരുഷസ്യ മായൗ ഇന്ദ്രം യാ ദേവി സുഭഗാ ജജാനസാ ന ഏതു വർച്ചസാ സംവിധാന. ഭാവാർത്ഥം: വ്യാഘ്രം, സർപ്പം മുതലായ എല്ലാ മൃഗങ്ങളിലുമുള്ള ദഹനകാരിയായി അഗ്നിയിലും ബ്രാഹ്മണന്റെ ശാപരൂപത്തിലും സൂര്യനിലും ആക്രമണകാരിയായ ഇന്ദ്രനിലും വസിക്കുന്ന ശക്തിരൂപിണിയായ ദേവി അവൾ ആഗ്രഹിക്കുന്ന ശക്തിയുമായിട്ട് ചേർന്ന് വരട്ടെ. ആനയുടെ ബലത്തിലും കാണ്ടാമൃഗത്തിന്റെ ഹിംസരൂപത്തിലും സ്വർണത്തിലെ അഹങ്കാര രൂപത്തിലും ജലത്തിലെയും പശുക്കളിലെയും പുരുഷന്മാരിലെയും തേജസ്സിലും വസിക്കുന്ന ആ ശക്തി തന്നെ ഇന്ദ്രനെയും സൃഷ്ടിച്ചു. ശക്തിരൂപിണിയായ ആ ദേവിയുടെ ബലം നമ്മെയും പ്രാപിക്കണേ. വർഷത്തിന് പിന്നിലെ ചന്ദ്രനും രഥഗമനത്തിന് പിന്നിലെ ശാന്തിയും ദ്രുതഗാമിയായ വായുവിലെ ശക്തിയും വരുണനിലെ തേജസ്സും എല്ലാം ഇന്ദ്രനെ സൃഷ്ടിച്ചു. രാജാവിനെ പ്രതിഷ്ഠിക്കുമ്പോഴുള്ള ദുന്ദുഭിയിലും അശ്വത്തിന്റെ വേഗതയിലും പുരുഷന്റെ ഗംഭീര ശബ്ദത്തിലും കാണപ്പെടുന്ന തേജസ്സിൽ നിന്നും ഇന്ദ്രൻ ഉണ്ടായി. അത് നൽകിയ ദേവി നാം ആഗ്രഹിക്കുന്ന ബലത്തോടെ എന്നിലേക്ക് എത്തണേ. ഇവിടെ പറയുന്നത് വ്യാഘ്രം, സർപ്പം മുതലായ എല്ലാ മൃഗങ്ങളിലുമുള്ള ദഹനകാരിയായ അഗ്നി ഇലും, വ്യാഘ്രം, സർപ്പം മുതലായ എല്ലാ ജീവജാലങ്ങളിലും, വ്യാഘ്രത്തിലും സർപ്പത്തിലും എല്ലാം ഉണ്ട്. വ്യാഘ്രത്തിൽ അതിൻ്റെ ഒരു ശൈര്യം, സർപ്പത്തിലാണെങ്കിൽ അതിൻ്റെ അകത്തൊരു വിഷമുണ്ട്, ഒരു രാസവസ്തു ഉണ്ട്. അത് ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആൾ മരിച്ചു. അപ്പം ഇതിനെല്ലാം ശക്തി അവയുടെ നിലനിൽപ്പിന് വേണ്ട. അതേമാതിരി ദഹനകാരിയായ അഗ്നിക്ക് എന്ത് ചെയ്യാനുണ്ട്? എല്ലാത്തിനെയും കത്തിക്കാനുള്ള കഴിവുണ്ട്. ഈ കഴിവെല്ലാം കിട്ടിയത് ആരിൽ നിന്നാണ്? അഗ്നിയിലും പിന്നെ ബ്രാഹ്മണന്റെ ശാപരൂപത്തിലും.
ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ശപിക്കുകയാണെങ്കിൽ നമ്മളെ മനസ്സിലത് കുറച്ച് നല്ല ആൾക്കാർ എന്തെങ്കിലും നമ്മളെ പറ്റി എന്തെങ്കിലും മോശം പറഞ്ഞാൽ മതി. ശാപമൊന്നുമല്ല. ശാപം എന്ന് പറഞ്ഞാൽ നമുക്കെതിരായിട്ട് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതിനൊരു ഫീലിംഗ് ഉണ്ടാക്കുന്നുണ്ട്. അത് കുറച്ച് ആഘാതം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വല്ലാതെ കാര്യം ഉറക്കം പോലും ചിലപ്പോൾ കിട്ടില്ല. അപ്പം നമ്മുടെ ശരീരത്തിൽ ചില രാസപ്രവർത്തനങ്ങൾ മനസ്സിലല്ല അത് സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ റിയാക്ഷൻസ് ആണ്. അപ്പോൾ ആ വാക്കിലുള്ള ഒരാൾ പ്രയോഗിക്കുന്ന വാക്കിലുള്ള ശക്തി, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അത് അവർക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാക്കിൽ നമ്മൾ പ്രയോഗിക്കുന്ന വാക്കിന് എന്തുണ്ട്? ഒരു ശക്തിയുണ്ട്. ആ ശക്തിയിലും സൂര്യന് അതിൻ്റെതായ ശക്തിയുണ്ട്. ആക്രമണകാരിയായ ഇന്ദ്രൻ എല്ലാ കർമ്മത്തിന്റെ പിന്നിലും ഇന്ദ്രനാണുള്ളത് എന്ന് പറയാം. അപ്പൊ ഇന്ദ്രന് ഇവിടെ നിന്നാ ശക്തി കിട്ടി? വസിക്കുന്ന ശക്തിരൂപിണിയായ ദേവി. അതിലെല്ലാം ഈ ദേവിയാണ് ശക്തിയുടെ രൂപത്തിൽ വസിക്കുന്നത്. അവൾ ആഗ്രഹിക്കുന്ന ശക്തിയുമായി ചേർന്ന് വരട്ടെ. അപ്പം അവൾ എന്താണോ, നമുക്ക് എന്ത് ശക്തിയാണോ നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്, ആ ശക്തിയുമായിട്ട് നമ്മളെടുത്തും വരട്ടെ. നമുക്കും പലതരം ശക്തികളുണ്ട്. ചിലവർക്ക് നല്ല മനഃശക്തി ഉണ്ടാകും, ചിലവർക്ക് ശരീരശക്തി ഉണ്ടാകും. അപ്പം നമുക്ക് എന്ത് ശക്തിയാണോ കിട്ടേണ്ടത്, ശരീരശക്തിയാണോ അല്ല മനസ്സിന്? ചിലർക്ക് നല്ല ശരീരശക്തി ഉണ്ടാകും, പക്ഷെ മനസ്സിൽ തീരെ ബലം ഉണ്ടാവില്ല. ചിലവർക്ക് മനസ്സിന് നല്ല ബലമായിരിക്കും, പക്ഷെ ശരീരത്തിന് തീരെ ശക്തി ഉണ്ടാവില്ല. അപ്പം നമുക്ക് ആഗ്രഹിക്കുന്ന ശക്തിയുമായി ചേർന്ന് വരട്ടെ. അപ്പം നമ്മളെ ജനിപ്പിക്കുമ്പോഴും നമ്മൾ എന്ത് കർമ്മം ചെയ്യാനാണ്, ഏത് സാഹചര്യത്തിലാണ് ജീവിക്കേണ്ടത്, അതിന് യോജിച്ച തരത്തിലുള്ള ശക്തിയുമായിട്ടാണ് നമ്മളുടെ അടുത്തേക്ക് വരിക. കാരണം നമ്മൾ കർമ്മം ചെയ്യുന്നതിന് എന്തെല്ലാം ശക്തി, ഏത് തരം ശക്തിയാണ്, എന്തെല്ലാം ബലമാണ് നമുക്ക് വേണ്ടത്, അതാണ് നമുക്കത് തരുന്നത്. അത് അവൾ ആഗ്രഹിക്കുക എന്നുള്ളത് നമ്മളെ സൃഷ്ടിച്ച ഒരു കർമ്മം ചെയ്യാനാണ്. ആ കർമ്മത്തിന് യോജിച്ച തരത്തിലുള്ള ശക്തി, അത് എന്ത് തരം ശക്തിയായാലും, സഹനശക്തിയായാലും എന്തോ ആകാം, അത് അവള് തരുന്നതാണ്. ആനയുടെ ബലത്തിൽ ആനക്കൊരു ബലം കൊടുത്തിട്ടുണ്ട്. കണ്ടാമൃഗത്തിന്റെ ഹിംസരൂപത്തിലും, കണ്ടാമൃഗത്തിന് വേറൊരു ഹിംസ സ്വഭാവമുണ്ട്. സ്വർണത്തിന്റെ അഹങ്കാര രൂപത്തിൽ, സ്വർണത്തിന് നല്ലൊരു ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠമായ വസ്തു, എനിക്ക് തുരുമ്പടിക്കില്ല, അത്ര പെട്ടെന്നൊന്നും എൻ്റെ നിറം മങ്ങൂല്ല, ഇങ്ങനെയെല്ലാം ഉള്ള ഒരു അഹങ്കാരം സ്വർണത്തിനുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റി, സ്വർണത്തിനുള്ള ക്വാളിറ്റിയാണല്ലോ അതിൻ്റെ അഹങ്കാരം. ഞാനാണ് മറ്റേ സ്വർണത്തിന് അതുണ്ടാവില്ല, എന്നാലും അത് ഷൈൻ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അത് അഹങ്കരിക്കുകയാണ്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ, അതായത് അതിൻ്റെ ക്വാളിറ്റിയും ജലത്തിലെയും പശുക്കളിലെയും പുരുഷന്മാരിലെയും തേജസ്സിലും, ജലത്തിൽ തേജസ്സുണ്ട്. ജലത്തിലെയും പശുക്കളിലെല്ലാം തേജസ്, പുരുഷന്മാരിലെല്ലാം തേജസ്, നമ്മളിലെല്ലാം ഉള്ള ഒരു തേജസ്. ഈ തേജസ് എന്ന് പറയുന്ന എല്ലാത്തിലും ഉണ്ട്. ഇപ്പം വെള്ളത്തിന് ഒരു വലിയൊരു കഴിവുണ്ട്. നമുക്ക് ക്ഷീണം വന്നു കഴിഞ്ഞാൽ മുഖത്ത് കളിക്കുമ്പോൾ നമുക്ക് എണീക്കുന്നു, അതിൻ്റെ തേജസ് കൊണ്ട് തന്നെ നേടുന്നതാണ്. അപ്പം അതുപോലെ തന്നെ എല്ലാത്തിലുള്ള തേജസ്സും നൽകുന്ന ആ ശക്തി തന്നെയാണ് ഇന്ദ്രനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നടക്കുന്ന എല്ലാ കർമ്മത്തിന്റെ പിന്നിലും പ്രേരിപ്പിക്കുന്ന, അതിനെയെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു അദൃശ്യമായ ശക്തിവിശേഷമുണ്ട്. ആ ശക്തിവിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അതിനാ ശക്തി നൽകിയതും ആ ദേവിയിൽ നിന്ന് തന്നെയാണ്. ശക്തിരൂപിണിയായ ദേവിയുടെ ബലം നമ്മയും പ്രാപിക്കണേ. ആ ദേവിക്കുള്ള ബലങ്ങൾ എനിക്കും കിട്ടണേ എന്ന് പറയുകയാണ്. അതെല്ലാം അവളാണ് തരേണ്ടത്, അല്ലാതെ നമ്മൾ വെറുതെ എടുത്തോണ്ടൊന്നും കാര്യമായില്ല. എന്തെടുത്തോണ്ട് വല്ല യോഗ മറ്റേ ജിമ്മിലെല്ലാം പോയിട്ട് വല്ലതും ഇങ്ങനെ എടുത്ത് പൊക്കിയെല്ലാം ചെയ്തുകൊണ്ട് കിട്ടണമെന്ന് ഈ മസിലൊന്നും വരണമെന്നൊന്നുമില്ല. അതിന് യോജിച്ച ശരീരശക്തിയുള്ളവർക്ക് ആ മസിലെല്ലാം വരും. എല്ലാവരും കയറി പിടിച്ചു കഴിഞ്ഞാൽ അത് തന്നെ തരണം. അത് വിചാരിച്ച് നൽകുന്നവർക്കേ അത് കിട്ടുകയുള്ളൂ. വർഷത്തിന് പിന്നിലെ മന്ത്രവും, അപ്പം മഴ പെയ്യുന്നതിന് പിന്നിലൊരു മന്ത്രമുണ്ട്, ഒരു സയൻസ് ഉണ്ട്. മന്ത്രം എന്ന് പറയുമ്പോൾ സയൻസ്, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സയൻസ്. വർഷത്തിന് പിന്നിലുള്ള സയൻസ് എന്താണ്?
സൂര്യൻ ചൂടാക്കുമ്പോൾ ചൂടുള്ള വെള്ളം മുകളിലേക്ക് പോകും, പൊടിയായിട്ട് പട്ടിച്ചേർന്നിട്ട് മേഘമായി മാറും. മഴക്കാലമാകുമ്പോൾ അത് കൂട്ടി രണ്ട് ചാർജുള്ള കണങ്ങളെല്ലാം ആയിട്ട് മാറി കൂട്ടി യോജിച്ചിട്ട് തിരിച്ച് ഭൂമിയിലേക്ക് വരും. അപ്പം അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. ആ മന്ത്രവും ആ ശാസ്ത്രവും രഥഗമനത്തിന് പിന്നിലെ ശക്തിയും രഥങ്ങൾ ഓടുന്നതിന് പിന്നിലൊരു ശക്തിയുണ്ട്, ആ ഊർജവും ദ്രുതഗാമിയായ വായുവിൻ്റെ ശക്തിയും. ശക്തിയിൽ വായു അടിക്കുന്നുണ്ട്. വായുവിന് എന്തെല്ലാം അടിച്ച് തകർക്കാൻ പറ്റുന്നുണ്ട് നമുക്കറിയാലോ. വലിയ ചുഴലിക്കാറ്റെല്ലാം ഉണ്ടാകുന്ന അത് കാണിക്കുന്ന പരാക്രമം, അതിനുള്ള ശക്തിയെല്ലാം എവിടെ നിന്ന് കിട്ടിയതാണ്? ഈ ദേവിയിൽ നിന്നാണ്. വരുണനിലെ തേജസ്സും, വരുണൻ എന്ന് പറഞ്ഞാൽ ഓർബിറ്റിലുള്ള തേജസ്, അതാണ് കൂടിച്ചേരാൻ പ്രേരിപ്പിക്കുന്നത്. ആറ്റത്തിൻ്റെ ഓർബിറ്റിലുള്ള എല്ലാം ഇന്ദ്രനെ സൃഷ്ടിച്ചു. ഇതെല്ലാം ഈ ശക്തികളെല്ലാം തന്നെയാണ് ഇന്ദ്രനെയും സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ ഇതിലെല്ലാം നൽകുന്ന ശക്തി ആ ദേവിയാണ്. ആ ദേവി തന്നെയാണ് ഇന്ദ്രനെയും സൃഷ്ടിച്ചത്. രാജാവിനെ പ്രതിഷ്ഠിക്കുമ്പോഴുള്ള ദുന്ദുരുവിലും, രാജാവിനെ പ്രതിഷ്ഠിക്കുമ്പോൾ ഒരു ദുന്ദുരുവും ഇട്ടുമല്ലോ. അപ്പം അവിടെ വരുന്ന ശക്തി, അത് ശബ്ദം എനർജി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഭയങ്കര ശബ്ദം മുഴങ്ങുമ്പോഴുണ്ടാകുന്ന ആ ഊർജം, അതായത് സൗണ്ട് എനർജി എന്ന് നമ്മൾ പറയും. സൗണ്ട് എനർജിയും അശ്വത്തിൻ്റെ വേഗതയിലും, അശ്വം ഓടുമ്പോൾ അതിൻ്റെ ഒരു വേഗത, അതിനൊരു വേഗത കിട്ടിയിട്ടുണ്ട്. ആ ശക്തി അതിന് കിട്ടിയതും പുരുഷൻ്റെ ഗാംഭീര്യത്തിലും, ഗംഭീര ശബ്ദം വരും. ചില പുരുഷന്മാരെല്ലാം സംസാരിക്കുമ്പോൾ ഭയങ്കര ഗംഭീരമായ ശബ്ദമായിരിക്കും, ആരും കേട്ട് കഴിഞ്ഞാൽ ഒന്ന് വിറച്ചു പോകും. അതും കാണപ്പെടുന്ന തേജസ്സിൽ നിന്നും ഇന്ദ്രനുണ്ടായി. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ച ഒരു തേജസ്സുണ്ട്, അത് ആ ദേവിയിൽ നിന്ന് വന്നതാണ്. ആ ദേവി തന്നെയാണ്, ഈ തേജസ്സെല്ലാം കൂടി തന്നെയാണ് ഇന്ദ്രനായി മാറിയത്. കാരണം ഇന്ദ്രനെ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ എല്ലാ ശക്തികളും കൂടിയ ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. കാരണം എല്ലാവരുടെയും കർമ്മത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. അപ്പോൾ ഇന്ദ്രൻ എന്ത് വേണം? ഈ എല്ലാ ശക്തി വിശേഷവും ഇന്ദ്രൻ കൊണ്ടാണ്. എങ്കിലല്ലേ എല്ലായിടത്തും കയറി, ആരുടെ കാര്യത്തിലായാലും കയറി. ഇവിടെ പ്രപഞ്ചത്തിൽ എന്തെല്ലാം നടക്കുന്നുണ്ടോ, പട്ടിയോ പൂച്ചയോ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും, പാമ്പ് കടിച്ചിട്ട് ഒരാളെ കൊല്ലുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം ഇന്ദ്രൻ കയറിയിട്ടാണ് ആ കാര്യം സാധിപ്പിക്കുന്നത്. അപ്പം ഈ എല്ലാ ശക്തി വിശേഷം ഏതിലുണ്ട്? ഇന്ദ്രനിലും ഉണ്ട്. അത് നൽകിയ ദേവി, അങ്ങനെ എല്ലാവർക്കും അവർക്ക് ആവശ്യമുള്ള ശക്തി നൽകിയ ദേവി ഇന്ദ്രന് ഇതിനെക്കാട്ടി എല്ലാത്തിനും കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ലോകത്തിൽ കാണുന്ന എല്ലാ കർമ്മങ്ങളിലും പങ്കെടുത്തിട്ട് അതിനെ പൂർത്തീകരിക്കാനുള്ള ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. നമ്മളെന്തെങ്കിലും പാചകം ചെയ്യുമ്പോൾ പാത്രത്തിലോട്ട് ചൂട്ടാക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് രാസപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിനെ ഏകോപിപ്പിക്കാനുള്ളൊരു ശക്തി വിശേഷമുണ്ട്. അവിടെ ഒരു ശക്തി ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ യോജിപ്പിച്ചിട്ട് ചോറലാക്കി തരുന്നത്. അവിടെയെല്ലാം പങ്കെടുക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. അപ്പം ഇന്ദ്രൻ അത്രയും വലിയ കഴിവ്, അതിനുള്ള കഴിവുകൾ ആ ശക്തി വിശേഷം അതിന് നൽകിയിട്ടുണ്ട്. ആ ദേവി എന്ത് ചെയ്യണം? നാം ആഗ്രഹിക്കുന്ന ഫലത്തോടെ എന്നിലേക്ക് എത്തണം. നമ്മൾ ആഗ്രഹിക്കും, നമുക്കും പല ആഗ്രഹങ്ങളുണ്ട്, അതിനനുസരിച്ച് എന്നിലേക്ക് എത്തണേ എന്ന് പറയുകയാണ്. ഇപ്പം നമുക്കും വലിയ മസിലൊന്നും ഉണ്ടാവില്ല, എന്നാലും നമുക്ക് തോന്നും ജിമ്മിൽ പോയിട്ടൊന്ന് കുറേ മസിൽ ഇതെല്ലാം ഉണ്ടാക്കിയെടുത്ത് കളയാം. അപ്പം അത് നമ്മുടെ ആഗ്രഹമാണ്. അപ്പം നമ്മൾ ജിമ്മിലെല്ലാം പോകുമ്പോൾ അതൊന്ന് എന്നിലേക്കും ആ ശക്തി ഒന്ന് തരണേ എന്ന പോലെ ഇവിടെ പറയുകയാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മളും പല ആഗ്രഹങ്ങളും പല ശക്തിയും വേണമെന്നെല്ലാം ആഗ്രഹിക്കും. അതെല്ലാം ആരാണ് തരേണ്ടത്? ആ ദേവിയാണ് തരേണ്ടത്. പക്ഷേ ദേവി എപ്പോഴേ എന്തിനേ തരുള്ളൂ? നമ്മളെ എന്തിനാണോ സൃഷ്ടിച്ചത്, എന്ത് കർമ്മം ചെയ്യാനാണോ അതിന് യോജിച്ച അത് ചെയ്യേണ്ട ശക്തി വിശേഷമാണ് നമുക്ക് നൽകുക.